ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടും മനസ്സിൽ തൊട്ടും. പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ തികച്ചും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുകയും നല്ല രീതിയിലുള്ള വ്യൂസുമായിട്ട് തുടരുകയും ചെയ്തിരുന്ന ഒരു ചാനൽ. പ്രവീണിൻ്റെ ഭാര്യയുടെ പ്രസവത്തോടുകൂടി അവർ ഹോസ്പിറ്റലിൽ നിന്നുള്ള രംഗത്തോടുകൂടിയാണ് അവരുടെ വീട്ടിൽ എന്തോ കല്ലുകടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേ തുടർന്ന് വളരെ വൈകാതെ തന്നെ പ്രവീണും വൈഫും സ്വന്തം വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങളും അതിൻ്റെ തീവ്രമായിട്ടുള്ള രംഗങ്ങൾ അവർ വീഡിയോ പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. മേക്കപ്പ് ഇട്ട് ഒരുപാട് ഗർഭിണിയായിട്ട് കരയുന്ന ആ മൃദുല ആ വീഡിയോയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് തന്നെ ശരിക്കും വർക്കൗട്ടായി. ഈ അച്ഛനും അമ്മയ്ക്കും അനിയനുമെതിരെ ഒരുപാട് സാമൂഹ്യ വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഈവൻ അവരെ കേസിൻ്റെ വരെ അവിടെ ഉണ്ടാവുകയും ഇപ്പോൾ തികച്ചും അവർ രണ്ട് ചാനലുകളും പരസ്പരം യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കാതെ തങ്ങളുടെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരൊറ്റ വർഷം ഞാൻ ഇങ്ങനെയായിരുന്നില്ല, ഞാനിപ്പോൾ ഒരുപാട് മാറി. എൻ്റെ ജീവിതം വല്ലാത്ത വൈകാരികമായ തലങ്ങളിലൂടെ പോയി. ഞാൻ ഒരുപാട് ജീവിതം പഠിച്ച ഒരു വർഷം, എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച വർഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ തുടങ്ങിയ ഒരു ചാനൽ അനിയനും കുടുംബം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഹൈലൈറ്റ് അച്ഛനും അമ്മയും ഒക്കെയുള്ള ഷോർട്ടുകളും അങ്ങനെ ഇരിക്കെ ജ്യേഷ്ഠൻ വിവാഹിതനാവുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ വരവോടുകൂടി സ്വാഭാവികമായിട്ട് വെറും 9 മാസമോ 10 മാസത്തിനുള്ളിൽ തന്നെ അവിടെ കല്ലുകടി തുടങ്ങി. ഈ ഒരുപാട് വരുമാനം നേടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇവരുടെ, അതും പറഞ്ഞു വെക്കട്ടെ. പക്ഷെ അവർ താമസിക്കുന്ന ആ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ വീടുണ്ടാക്കിയിട്ടുള്ളത് അവരുടെ അച്ഛൻ തന്നെയാണ്. ഈ അച്ഛനെയും അനിയനെയും പറ്റി പബ്ലിക്കിൽ വന്നിട്ട് അച്ഛൻ്റെ ദുശീലത്തെ പറ്റി അനിയൻ്റെ ദുശീലത്തെ പറ്റിയൊക്കെ ഒരുപാട് വാചാലമായിട്ടുള്ള ഒരു വീഡിയോ ഇവരിടുമ്പോഴും ആ അച്ഛൻ ചെയ്ത ഹാർഡ് വർക്ക് നമ്മൾ ആരും കാണാതെ പോരുത്. ആ വീടിൻ്റെ പിന്നിലുള്ള അധ്വാനം മുഴുവൻ ആ അച്ഛൻ്റെയാണ്. ഈ മക്കൾ യൂട്യൂബേഴ്സ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും വലിയ ജോലികളൊന്നുമില്ല. രാവിലെ എണീറ്റ് അവരുടെ ജീവിതം യൂട്യൂബിലാക്കുക, നല്ല രീതിയിൽ അവരുടെ വീഡിയോസിന് വളരെ വ്യൂസ് ഉണ്ട്. നല്ല നല്ല സബ്ജക്റ്റുകൾ എടുത്ത് ഷോർട്ടുകൾ ചെയ്യുക, ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങിനനുസരിച്ചുള്ള ഷോർട്ടുകൾ, അങ്ങനെ ആ ഒരു ചാനൽ എങ്ങനെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ആ ഫോർമുല അവർ പഠിച്ചതിൻ്റെ പ്രകാരം അവർക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും അവർ അന്വേഷിച്ച് പോകുന്നില്ല. ഇവർ യൂട്യൂബ് എന്നുള്ള മേഖല തിരഞ്ഞെടുക്കുന്നു. 2 ആൺമക്കളും മകൻ്റെ ഭാര്യയൊക്കെ അതിൻ്റെ ഭാഗമാവുന്നു. ആ ഫാമിലി മൊത്തം സന്തോഷത്തിൽ ആറാടുമ്പോൾ സ്വാഭാവികമായിട്ടും മകൻ്റെ ഭാര്യ ഗർഭിണിയാവുമ്പോൾ തൊട്ട് മകനും മകൻ്റെ ഭാര്യയ്ക്കും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വല്ലാതെ കൂടും. തങ്ങളുടെ കുഞ്ഞ് തങ്ങളുടെ വീട്ടിൽ വളരണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു വീടുണ്ടാവണം. സ്വാഭാവികമായിട്ട് സ്വാർത്ഥതയുടെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. സ്വാഭാവികമായിട്ട് ഇവർ ഒരൊറ്റ ചാനലായതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായ കുടുംബാംഗങ്ങൾ വളരെ വിജയകരമായിട്ട് ആ ചാനലിനെ കൊണ്ടുപോകാൻ സഹായിച്ചതുകൊണ്ട് തന്നെ വരുമാന തർക്കമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളാണ് അവരെ. ഇപ്പോൾ പ്രസവത്തിന് എനിക്ക് പൈസ വേണം, അതിൽ കൊടുക്കുന്ന ആ വരുമാനം കിട്ടുമ്പോൾ കൊടുക്കുന്ന പൈസ വീട്ടിൽ കൊടുക്കാനായിട്ട് ഇയാൾ മടിച്ചിട്ടുണ്ടാവും. അത് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആ കൊടുത്തുകൊണ്ടിരുന്ന പൈസയിൽ നിന്ന് കുറവ് കാണിക്കുമ്പോൾ ഞങ്ങളും കൂടി അധ്വാനിച്ചിട്ടല്ലേ, ഞങ്ങളുടെയും കൂടി വർക്കല്ലേ നിൻ്റെ ചാനൽ, അപ്പം ഞങ്ങൾക്ക് പകുതി കിട്ടണം എന്നുള്ളത് അമ്മ അച്ഛൻ കൊച്ചു ഉൾപ്പെടെയുള്ളവർ വാദിച്ചിട്ടുണ്ടാവും. എന്തായാലും സാമ്പത്തിക തർക്കമാണ് അതിൻ്റെ അടിസ്ഥാനം. പ്ലസ് ഒരു കുടുംബമാവാനുള്ള മരുമകളുടെ ചില കുൽസിതങ്ങൾ. ഇപ്പോൾ വേറൊരു വീട് എന്നുള്ള സങ്കല്പം അവർ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അവരുടെ പുതിയ വീട്ടിലെ പാലുകാച്ചലും കുഞ്ഞിനെ ഉൾപ്പെടെ അവർ പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നതും ഒരു പുതിയ വീട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചെറിയ വിഷമം വെച്ചാൽ അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ മൃദുലയുടെ ഓർണമെൻറ്റ്സ് ആയാലും എക്സ്ട്രാ അവർ ഒരു വരുമാനം സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഈസി ആയിട്ട് അവർക്കൊരു വീട് ചെന്ന് കണ്ട് അതിലേക്കുള്ള ഡെക്കോറും ഇൻറ്റീരിയറും എല്ലാം ഉൾപ്പെടെ അവരുടെ ജീവിതം സേഫായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സേവിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നത് കുറയ്ക്കുകയും ഈ ഒരു 10 മാസം കൊണ്ട് അവർ ഇത്രമാത്രം അവരുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം അവരുടെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വീടെന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും അവരുടെ വീട്ടിലുണ്ടായ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം. എന്തായാലും അച്ഛനെയും സഹോദരനെയും പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞ് ആ വീഡിയോകളും അവർ തിരിച്ച് ഇങ്ങോട്ട് ഇവരെ പറ്റി അത്ര അധികം പറഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. ഒരു വീടിൻ്റെ ആ നല്ല അന്തരീക്ഷം 2 വീടുകളുടെ അന്തരീക്ഷത്തിലേക്ക് മാറി അവരുടെ ഹൗസ് വാമിങ്ങിനും അവരുടെ കുഞ്ഞിൻ്റെ പേരിടലിനൊക്കെ ഈ അച്ഛനും അമ്മയും ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കല്ലുകടികൾ വീണ്ടും പഴയ പോലെ ആവാനായിട്ട് സാധിക്കുന്നില്ല. മൃദുലയുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ മകള്, മരുമകൻ, കുഞ്ഞ് എന്നുള്ള ആ പ്രിവിലേജും അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുമ്പോൾ പ്രവീണിൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു
ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ പോലെ വളരെ മ്ലാനമായിട്ടുള്ള മുഖത്തോടു കൂടിയാണ് ആ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നത്. പഴയ പോലെ അകന്നു പോയ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇനി പഴയ പോലെ ആവില്ല, അല്ലെങ്കിൽ എനിക്ക് ആക്കാൻ മനസ്സില്ല എന്നുള്ള പോലെയാണ് ശരിക്കും പ്രവീണിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പെരുമാറ്റം അല്ലേ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ്. അണുകുടുംബമാവാനുള്ള വന്നു കയറുന്ന മരുമകളുടെ അതൊരു മനഃശാസ്ത്രമാണ്. അപ്പോൾ അതുവരെ നല്ല മകനായിരുന്ന, സഹോദരനായിരുന്ന, അനിയനായിരുന്ന, അല്ലെങ്കിൽ ജ്യേഷ്ഠനായിരുന്ന ഒക്കെ ഒരുപാട് റോളുകളിൽ നിന്ന് അയാൾ ഭർത്താവ്, കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള ഒരു റോളിലേക്ക് ചുരുക്കപ്പെടുമ്പോൾ അയാളുടെ മനസ്സിലും അയാൾ ഒരു സ്വാർത്ഥതയുടെ മതിൽ കെട്ടാണ്. അവരവരുടെ കുഞ്ഞിന് വേണ്ടി ഉറക്കം കളയുന്നു, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ഈ പാരൻസ് ഈ കുഞ്ഞിനെ വളർത്താനും ഉറക്കം കളഞ്ഞും എന്താ പറയുക, സ്വാഭാവികമായിട്ട് ഒരച്ഛനും അമ്മയും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അതിൻ്റെ ബാലാരിഷ്ടതകളൊക്കെ മാറുന്നവരനുഭവിക്കുന്ന എല്ലാ റിസ്കുകളും അതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണീരുമൊക്കെ അന്നത്തെ കാലത്ത് കുറച്ചും കൂടി തീവ്രമാകും. ഇന്നത്തെ കാലത്ത് അവർക്കത് ഈസിയാണ്, കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയുടെ വീട്ടുകാരുണ്ട്, അവർക്ക് സാമ്പത്തികമുണ്ട്. ഇത്തരം അനുകൂല ഘടകങ്ങളൊന്നും ഇവരെ വളർത്തുന്ന കാലത്ത് ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്ന് വരില്ല. അത്രയും ഹാർഡ് വർക്കോടുകൂടി അച്ഛൻ ശംഭു വയ്ക്കുമെന്നുള്ള ചെറിയൊരു വൈകല്യം എടുത്തു പറയുമ്പോൾ ആ മനുഷ്യൻ അത്ര നാൾ അനുഭവിച്ച അധ്വാനം, ആ അധ്വാനത്തിൻ്റെ ഇടയിൽ ഇത്തിരി റിലാക്സിന് അയാൾ അങ്ങനെ ചെയ്തത് ഒരു വലിയ തെറ്റായിട്ട് ഇവർ എടുത്തു പറയുന്നതൊക്കെ വളരെ മോശമാണ് അല്ലേ. അന്ന് കയറിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് വരുന്ന കുഞ്ഞ്, പ്രത്യേകിച്ച് ഗർഭിണിയായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീട് വേണം, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ലോകം വേണം, പ്രൈവസി വേണം എന്നിങ്ങനെയുള്ള മന്ത്രണങ്ങളുമായിട്ട് അയാളുടെ ചുറ്റും നടക്കുമ്പോൾ അയാൾ മറ്റുള്ള ബന്ധങ്ങളെ വിസ്മരിക്കാനായിട്ട് നിർബന്ധിതനാവുകയാണ്. എന്നാൽ മറ്റ് ബന്ധങ്ങളോടൊപ്പം ഇതും കൂടി ആരോഗ്യപരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസം, ലോകപരിചയം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു ലോകത്തേക്ക് ചുരുക്കപ്പെടും ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കൈവിട്ട് പോവുകയാണ് അയാൾക്ക്. എന്തൊക്കെയായാലും അവരുടെ ജീവിതം സക്സസ്ഫുള്ളായി എന്നുള്ളത് അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തന്നെയാണ്, മക്കൾ നന്നായി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ തങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ സമ്പാദ്യങ്ങൾ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ ഒരു വീട്, അതും സ്വപ്നതുല്യമായിട്ടുള്ളൊരു വീട്, ചെറിയൊരു വീടൊന്നുമല്ല. അപ്പോൾ അത് അവർ ഓൾറെഡി അതിലേക്ക് ഉള്ള ഒരു ഓട്ടത്തിലൂടെയാണ് ഒരു 8 മാസവും 9 മാസവും പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് അവർ കൊടുക്കുന്ന വരുമാനത്തിൻ്റെ കുറവ്, സാമ്പത്തിക തർക്കങ്ങൾ, ഇതൊക്കെ അവരെ ഇങ്ങനെയാക്കി. പ്രത്യേകിച്ച് ഇവർ ഇങ്ങനെ ആവണം എന്ന് പർപ്പസ്ഫുള്ളി ചിന്തിച്ചവരെ പോലെയൊക്കെ നമ്മൾക്ക് തോന്നി. കാരണം വൈകാരികമായിട്ട് അവരുടെ വഴക്കിൻ്റെ രംഗങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് വീഡിയോ എടുത്തിരിക്കുന്നു. പുറത്ത് കൊണ്ടുപോയി ആ കുട്ടിയെ കാറിൽ ഇരുത്തി കരയിപ്പിച്ച് അവരനുഭവിച്ച കാര്യങ്ങൾ ഏങ്ങലടികളോടുകൂടി കരഞ്ഞു പറയുന്നു. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ വഴക്കിൻ്റെ റീസൺ എന്താണെന്ന് ഈ രണ്ടുപേരും പറയുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ കാര്യത്തിൻ്റെ റീസൺ? ആ റീസൺ പറയാത്തിടത്തോളം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ആ കാരണത്തിന് ഹേതുവായിട്ടുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഒരു കുടുംബ ഇമ്പമുള്ളതായില്ലെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ അത് കൂടിയിട്ട് വലിയ വിശേഷമൊന്നുമില്ല. അപ്പോൾ പിന്നെ പരസ്പരം അകന്നുകൊണ്ടിരിക്കുക, അകന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാലും അച്ഛനും അമ്മയോടുമുള്ള കടമകൾ വേറൊരു മകൻ ഭംഗിയായിട്ട് നിറവേറ്റുമ്പോൾ ഇപ്പുറത്തുള്ള മകൻ സ്വന്തം കുഞ്ഞിനെ താലോചിച്ച് അവന് വേണ്ടി ഉറക്കം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത അച്ഛനും അമ്മയെയും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ആക്കാനായിട്ട് ഇത്രയും വിഷമിച്ച അച്ഛനെയും അമ്മയെയും വിസ്മരിക്കുക എന്ന് പറയണതും വലിയ നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.